ഷാജൻ സ്കറിയ ടി ജിക്കെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. കണ്ടിരുന്നോ അത്? എന്തത് പോസ്റ്റിൽ പറയുന്നത്? അത് ഞാൻ വേണമെങ്കിൽ അതൊന്ന് വായിക്കാം. വായിക്കണം, വായിക്കണം. അതായത് പ്രേക്ഷകരറിയണം. വളരെ പ്രധാനപ്പെട്ട ഒരു ഡയലോഗാണത്. ജയിലുകൾ ക്രിമിനലുകൾക്കുള്ളതാണ്. വിവരക്കേടോ നുണയോ പറയുന്നവർക്കുള്ളതല്ല. അത്തരക്കാരെ വധിക്കേണ്ടത് സോഷ്യൽ മീഡിയയാണ്. ഞാൻ കണ്ടു. എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ നോക്കുമ്പോൾ 218 ലൈക്സ് ഉണ്ട്. 22 മണിക്കൂർ കഴിഞ്ഞ്. ഏതാണ്ട് നേരത്തോട് നേരമായി. അതെ. ഷാജൻ്റെ സാധാരണ പോസ്റ്റുകൾക്കൊക്കെ 1000, 2000, 3000 ഒക്കെ ലൈക്കും കമൻറ്റുകളും കിട്ടുന്ന ഇതിന് വെറും 218 ലൈക്സ് കിട്ടി. 170 കമൻറ്റുകളുണ്ട്. 3 ഷെയറാണ്. ഭൂരിപക്ഷം ആളുകളും ഷാജന് എതിരെ പറയുകയാണ്. അപ്പോൾ ഷാജൻ ഇതിനകത്ത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പ്രിയൻ കാണിച്ച പോസ്റ്റ് അനുസരിച്ച് ജയിലുകൾ ക്രിമിനലുകൾക്കുള്ളതാണ്. അപ്പോൾ ടി ജിക്കുള്ളതല്ല. ടി ജിക്ക് അനുകൂലമാണല്ലോ. ടി ജി ക്രിമിനൽ അല്ല. പക്ഷേ വിവരക്കേടോ നുണയോ പറയുന്നവർക്കുള്ളതല്ല. അത്തരക്കാരെ വധിക്കേണ്ടത് സോഷ്യൽ മീഡിയ ആണ് എന്ന് പറഞ്ഞാൽ ടി ജി വിവരക്കേടും നുണയും പറയുന്ന ആളാണ്. ടി ജി വധിക്കപ്പെടേണ്ട ആളാണ്. പക്ഷേ ഫിസിക്കലി അല്ല, സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ച് ടി ജിയെ വധിക്കണം. നിശബ്ദനാക്കണം, ഇല്ലാതാക്കണമെന്ന് തന്നെയാണ്. ടി ജി അറ്റാക്ക് ചെയ്യണം. അതെ. സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ആക്രമിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് പക്ഷേ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന തൊട്ട് മുമ്പ് ടി ജി മഹാനാണ് എന്നൊക്കെ പറഞ്ഞ ഷാജൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം ഇന്നലെ പരിക്ക് പറ്റി. ഇന്നലെ പരിക്ക് പറ്റിയപ്പോൾ ഇന്ന് വൈറ്റ് വാഷുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, പുട്ടിയടിക്കുക. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് 22 മണിക്കൂർ മുമ്പ് ഷാജൻ്റെ മറ്റൊരു പോസ്റ്റ്, അതായത് ടി ജി മോഹൻദാസിന് ജാമ്യം എന്ന് പറഞ്ഞ് ഒരു കാർഡ് സഹിതം. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ആ കാർഡ് ഞാൻ ഇട്ട ഒരു പോസ്റ്റിലെ കാർഡ് അടിച്ചു മാറ്റിയതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ഏഷ്യാനെറ്റിൻ്റെ ഒരു കാർഡ് എടുത്തിട്ട് AI വെച്ച് അതിൽ ഏഷ്യാനെറ്റിൻ്റെ ലോഗോ മാറ്റിയിട്ട് ഞാനൊരു കാർഡ് ഇട്ടിരുന്നു. അതേ കാർഡ് അതിൽ AI ജനറേറ്റഡ് കോണ്ടന്റ് എന്നതിലുണ്ട്. ആ സെയിം കാർഡ് വന്നതായിരിക്കാം. അല്ലെങ്കിൽ ഷാജനും ഞാൻ ചെയ്തതുപോലെ ഏഷ്യാനെറ്റിൻ്റെ കാർഡ് എടുത്തിട്ട് AI ഉപയോഗിച്ച് മാറ്റിയതായിരിക്കാം. ഏതായാലും അതിനകത്ത് ഷാജൻ പറയുന്നുണ്ട് ടി ജി മോഹൻദാസ് പറഞ്ഞ വിവരക്കേടിനോട് വിയോജിക്കുകയും. അപ്പോൾ വിവരക്കേടാണ് ടി ജി മോഹൻദാസ് പറഞ്ഞതെന്ന് പറയുന്നു. ഇതാണ് ഷാജൻ പറയുന്നത്. നുണ പറയും ടി ജി, വിവരക്കേട് പറയും, പിന്നെ വധാർഹനാണ്. ഫിസിക്കലി വേണ്ട, സോഷ്യൽ മീഡിയയിൽ വധിക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നത് ടി ജിയോട് കടുത്ത നീരസമുള്ള ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. ടി ജിയെ പോലെ, കാരണം ടി ജിയുമായിട്ട് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുള്ള മണിക്കൂറുകൾ വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹം അപാരമായ ഓർമ്മശക്തി, ഒന്നാന്തരം ഡിബേറ്റർ. കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ ടി ജിക്കെതിരാണ്. കാരണം എന്നറിയുമോ, കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ മാധ്യമ പ്രവർത്തകരെയും ടി ജി എടുത്ത് ഉടുത്തിട്ടുണ്ട്. ടി ജി എടുത്ത് പിടിച്ചിരിക്കാൻ പറ്റില്ല. ഫാക്ട്സ്, ചരിത്രം, പിന്നെ ഒന്നാന്തരം മറുപടി, അതായത് ചുട്ട മറുപടി സ്പോട്ടിൽ കൊടുക്കും. കുറിക്ക് കൊള്ളുന്ന മറുപടി ടി ജി എടുത്ത് പിടിച്ചിരിക്കാൻ പറ്റില്ല. ഒരു ടി ജിയുടെ കയ്യിൽ നിന്ന് അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് പറഞ്ഞതുപോലെ ടി ജിയുടെ വിമർശന ശരങ്ങളേറ്റ് പുളയാത്ത ഒരൊറ്റ മാധ്യമ പ്രവർത്തനവുമില്ല. മുമ്പൊരിക്കൽ ഇതുപോലെ ടി ജിക്കെതിരെ ഷാജൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, കുറേ നാൾ മുമ്പാണ്. അപ്പോൾ ഞാനത് പറഞ്ഞു, ചേട്ടാ ഇത് ഇങ്ങനൊരു സാധനം വന്നിട്ടുണ്ടല്ലോ, അതങ്ങനെ വരും, എന്നോട് അയാൾക്ക് നല്ല നീരസമുണ്ട്, അതിനൊരു സംഭവം പറഞ്ഞു. അപ്പോൾ ഞാനത് പറയുന്നില്ല. അപ്പോൾ അത്തരം ഒരു മുൻ വൈരാഗ്യമുള്ളതുകൊണ്ട് കൃത്യമായി അത് കിട്ടിയ അവസരത്തിൽ ഉപയോഗിച്ചു എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ടി ജിക്ക് വിവരക്കേടുണ്ടോ എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഒരൊറ്റയാളും ടി ജി മോഹൻദാസ് എന്ന് പറയുന്ന മനുഷ്യൻ വിവരമില്ലാത്ത ആളാണ്, അറിവില്ലാത്ത ആളാണെന്ന് പറയില്ല. അപ്പോൾ ഷാജൻ്റെ കിട്ടിയ അവസരത്തിലുള്ളൊരു താങ്ങ്, വിവരമില്ല, ഇന്ന് നുണ പറയുന്നു. ടി ജി എന്ത് നുണയാണ് പറഞ്ഞത്? ഇതിനകത്ത് ടി ജി ഹൈപ്പോത്തറ്റിക്കലായിട്ടൊരു കാര്യം പറഞ്ഞു അല്ലേ, ഞാൻ പ്രധാനമന്ത്രിയായാൽ. പിന്നെയുള്ളത് ഈ പറഞ്ഞ പോലെ സ്ത്രീകളെയെല്ലാം ബലാത്സംഗം ചെയ്യണം, അല്ലെങ്കിൽ സ്ത്രീകളെല്ലാവരും ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണെന്ന് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് കുറച്ച് വീഡിയോസ് ആ സമയത്ത് വന്ന് ഞാനും കണ്ടിട്ടുണ്ട്, പ്രിയനും കണ്ടിട്ടുണ്ടാവും, നമ്മുടെ പ്രേക്ഷകരും കണ്ടു കാണും. ചില പെൺകുട്ടികളൊക്കെ ചില പ്ലക്കാർഡ് പിടിച്ചിരിക്കുന്നു, ഫക്ക് മീ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അത് ഇനി ഈ പറഞ്ഞ പോലെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അത്തരം ഒരുപാട് ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. അത് കാണുന്ന ഒരു സ്ത്രീ ഇങ്ങനെ എന്നെ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞു വന്നാൽ അത് ഇഷ്ടപ്പെടുന്നു, അതിനോട് താല്പര്യമുണ്ട് എന്ന തരത്തിൽ ഒരാൾക്ക് തോന്നിയാൽ തെറ്റ് പറയാൻ പറ്റില്ല. അതായിരിക്കാം ടി ജി പറഞ്ഞത്. ഏതായാലും ഞാൻ ആ വീഡിയോ കണ്ടിട്ടില്ല, കാണാത്തത് കൊണ്ട് ഞാൻ അഭിപ്രായം പറയുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഞാനത് കണ്ടിട്ടുണ്ട്. ടി ജിയുടെ വീഡിയോ ആദ്യം ഞാൻ കണ്ടില്ല, പിന്നെ കണ്ടു. എനിക്കതിനകത്ത് സ്ത്രീകളെ മുഴുവനായി ടി ജി അടച്ചാക്ഷേപിച്ചു എന്നുള്ള പരാതിയില്ല. ഇനി ടി ജി കലാപത്തിന് ആഹ്വാനം നടത്തി എന്നൊരു വകുപ്പുണ്ടായിരുന്നു. പിന്നീട് ദേശാഭിമാനിയുടെ കൺസൾട്ടിങ് എഡിറ്ററായിരുന്നു ഈ മാധവൻകുട്ടി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ദില്ലിയിൽ മറ്റേ ഡോക്ടർമാർ, കശ്മീരിലെ ഡോക്ടർമാർ ഒരു ബോംബ് സ്ഫോടനം നടത്തിയല്ലോ. ദില്ലി മെട്രോ സ്റ്റേഷന് മുന്നിൽ ഒരു കാർ ബോംബ് സ്ഫോടനം നടത്തി. ഉടനെ ഈ മാധവൻകുട്ടി എന്ന് പറഞ്ഞ മാധ്യമ
പ്രവർത്തകൻ അത് കേട്ട പോസ്റ്റ് എന്താണെന്നറിയോ? ബീഹാർ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി BJP നടത്തിയ സ്ഫോടനമാണ് എന്നൊരു പോസ്റ്റ് ഇട്ടു. പരാതി വന്നു, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പരാതി കൊടുത്തപ്പോഴത്തേക്ക് പോലീസ് എന്താണെന്നറിയോ? FIR ഇട്ടില്ല. FIR ഇടാതെ മെറ്റയ്ക്ക് കത്തയച്ചു. എന്നിട്ട് പറഞ്ഞു ഈ കോണ്ടന്റ് നീക്കണമെന്ന് പറഞ്ഞു. മെറ്റ കോണ്ടന്റ് നീക്കി. FB ബ്ലോക്ക് ചെയ്തു, ഫേസ്ബുക്ക് ബ്ലോക്ക് ചെയ്തു മാധവൻകുട്ടിയുടെ. മാധവൻകുട്ടി ഹൈക്കോടതി പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ആ കോണ്ടന്റ് ഇല്ലാണ്ട് ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ പറഞ്ഞു. കലാപം ഉണ്ടാക്കി എന്നതിന് കേസെടുത്തില്ല. പ്രധാനമന്ത്രിയെ കൊല്ലണം എന്ന് പറഞ്ഞ ആളുകൾ ഉണ്ടല്ലോ, ഇപ്പോഴും കേരളത്തിൽ ഇങ്ങനെ നിർബാധം സഞ്ചരിക്കുന്നുണ്ട്. പരാതി കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും കിട്ടി. പോലീസ് പരാതി എടുക്കാത്തതിന് പറഞ്ഞ കാര്യം എന്നറിയാമോ? അല്ല, ഇതിനകത്ത് കൺസേൺഡ് പാർട്ടിയാണ് പരാതി പറയേണ്ടത്. പ്രധാനമന്ത്രി അല്ല, നരേന്ദ്രമോദി ഒന്ന് പരാതി പറയണം എന്നാണ് ഇവർ പറഞ്ഞതിൻ്റെ പച്ച മലയാളം. പക്ഷേ ഒരു ക്രൈം നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അയാളെ തടയാൻ, അറസ്റ്റ് ചെയ്യാൻ ഇന്ത്യയിലെ ഏതൊരു പൗരനും അവകാശമുണ്ട്. ഇപ്പം ഞാനൊരു ക്രൈം ചെയ്യാൻ പോകുന്ന ഒരാളെ കുത്തിക്കൊല്ലാൻ പോവുകയാണ്, കത്തി എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ എന്നെ ബലമായി പിടിച്ചു കെട്ടി പോലീസ് വരുന്നത് വരെ കസ്റ്റഡിയിൽ വെച്ച് അറസ്റ്റ് ചെയ്യാൻ സാധാരണ പൗരന് വരെ അവകാശമുണ്ട് നമ്മുടെ നിയമത്തിൽ. അപ്പോൾ പ്രധാനമന്ത്രിയെ കൊല്ലും എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് കൊല്ലാൻ യഥാർത്ഥത്തിൽ ഇൻറ്റൻഷൻ ഉണ്ടോ എന്ന് ചോദ്യം ചെയ്യണ്ടേ, പരിശോധിക്കണ്ടേ? ഒരു തീവ്രവാദി സംഘടനയായിട്ട് ബന്ധമുള്ള ആളാണെങ്കിലോ? അപ്പോൾ അതിനകത്ത് കേസെടുക്കണം. ഇന്ത്യൻ പ്രധാനമന്ത്രി ഒന്ന് പരാതി കൊടുക്കണം എന്ന് പറയുന്ന പോലീസാണ് TGക്കെതിരെ കേസെടുത്ത് സ്ത്രീകളെ അപമാനിച്ചു. ഏതെങ്കിലും സ്ത്രീ പരാതി കൊടുത്തോ? ഇല്ല. കോടതി ഇന്നലെ ചോദിച്ചു, സ്ത്രീകളാരെങ്കിലും പരാതിപ്പെട്ടോ? ഇല്ല. രസകരമായ ഒരു കാര്യമുണ്ട്. RV ബാബു കേരളത്തിലെ മുസ്ലിം പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് ഇട്ടു. പരാതി കൊടുത്തതാണെന്നറിയോ? PDPയുടെ ഒരു പ്രവർത്തകൻ പരാതി കൊടുത്തു, ഉടൻ പോലീസ് കേസെടുത്തു. TGക്കെതിരെ പരാതി കൊടുത്തതിൽ കുറച്ച് പരാതികൾ കിട്ടി. അതിൽ SDPI പ്രവർത്തകൻ്റെ കേസ് തന്നെ എടുത്ത്, പരാതി തന്നെ എടുത്ത് FIR ഇട്ടു. നോക്കൂ, ആരെ സൂചിപ്പിക്കാനാണ്? ഷാജൻ ഇത് പറഞ്ഞൂടെ? ഷാജൻ പറയില്ല, കാരണം ഷാജന് TGയെ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഷാജൻ ഇതേപോലത്തെ അനുഭവം നേരിട്ടാണ്. കേരളത്തിൽ ഷാജനെതിരെ എടുത്തതുപോലെ പോലീസ്, ഭരണകൂടം വേട്ടയാടിയ മറ്റൊരു മാധ്യമ പ്രവർത്തകൻ. ഷാജനെ ഞാൻ യൂട്യൂബർ ഒന്നും മനോരമ വിളിക്കുന്ന പോലെ വിളിക്കത്തില്ല. ഷാജൻ മാധ്യമ പ്രവർത്തകനാണ്. മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതിന് വർഗ വേർതിരിവൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ മനോരമ പത്രം, അല്ലെങ്കിൽ മലയാള മനോരമയുടെ ടെലിവിഷൻ ചാനൽ, അല്ലെങ്കിൽ ഏഷ്യാനെറ്റ്, ഇവിടെ പ്രവർത്തിക്കുന്നവർ മാത്രമാണ് മാധ്യമ പ്രവർത്തകർ എന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും ചെയ്യുന്ന ഒരു വിസിൽ ബ്ലോവർ ചെയ്യുന്നത് പോലും മാധ്യമ പ്രവർത്തനമാണ്. അപ്പോൾ മാധ്യമ പ്രവർത്തകനായ ഷാജനെ കേരളം കാണാത്ത തരത്തിലുള്ള ഒരു വേട്ട പിണറായി വിജയൻ്റെ പോലീസ് നടത്തി, അല്ലേ? ഷാജൻ നുണ പറഞ്ഞതുകൊണ്ടാണോ? ഷാജൻ നുണയൊക്കെ പറയും. ഷാജൻ പറഞ്ഞ നുണ എനിക്ക് നേരിട്ട് അനുഭവമുള്ള നുണയുണ്ട്. അറിയാലോ, എന്താ അറിയാവുന്ന നുണ? അതായത് ഇവിടെ ഒരു കൊച്ചിയിൽ അങ്ങേക്കൊരു വലിയ ആഡംബര വസതി ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനിപ്പോഴും താമസിക്കുന്ന വാടക വീട്ടില്ല. എൻ്റെ ആഡംബര വസതിയിലായിരുന്നു നമ്മുടെ ഇന്ത്യ ലൈവിൻ്റെ ആദ്യത്തെ സ്റ്റുഡിയോ. അത് GCDA നിർമ്മിച്ച LIG വീടാണ്. ലോ ഇൻകം ഗ്രൂപ്പിന് കിട്ടിയ ഒരു വീട്. അതിപ്പോഴും ഉണ്ട്. നമ്മുടെ സ്റ്റുഡിയോ അവിടെയായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ മാറിയത്. അപ്പോൾ ഷാജൻ വലിയ ആധികാരികത പത്രപ്രവർത്തനം നടന്ന ആളാണെങ്കിൽ കൃത്യമായി ഞാനിപ്പോൾ ഷാജൻ എൻ്റെ ഈ ആഡംബര വില്ലയുടെ ഡീറ്റെയിൽസ് തന്നാൽ, അതൊന്ന് കാണിച്ചു തന്നാൽ അതിൻ്റെ താക്കോൽ ഷാജന് കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ ഷാജൻ നുണ പറയില്ല എന്ന് ആരോടും പറയരുത്. പിന്നെ വിവരക്കേട്, ഷാജൻ വിവരക്കേടുകൾ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഷാജൻ്റെ പ്രേക്ഷകർക്കറിയാം. പക്ഷേ TGയെ അപമാനിക്കാൻ വേണ്ടി ഈ വാക്കുകൾ ഷാജൻ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. കാരണം ഷാജനേക്കാൾ എത്രയോ സമർത്ഥമായി, എത്രയോ വലിയ തോതിലുള്ള ആശയ പ്രചാരണം ഷാജനിടയ്ക്ക് പറയാറുണ്ട്. മുമ്പൊരിക്കൽ ഈ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ഇഷ്യൂ ഒക്കെ വന്നപ്പോഴത്തേക്ക് ഷാജന് വല്ലാതെ പരിക്ക് പറ്റി. ഒരുപാട് പേര് ഷാജനെ ആക്രമിച്ചു. അപ്പോൾ ഷാജൻ പറഞ്ഞ ഷാജൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ, ഈ ഹൈന്ദവ ഏകീകരണം, BJPക്ക് വെള്ളവും വളവും കൊടുക്കുന്നത് ഷാജൻ സ്കറിയ ആണ് എന്നൊക്കെ ധരിച്ച് വെച്ചിരിക്കുന്ന ഒരാളാണ് ഷാജൻ. പക്ഷേ ഇപ്പോൾ സമീപകാലത്ത് ഷാജൻ്റെ ഈ ചാനലിലൊന്ന് കയറി നോക്കൂ, സതീശ സ്തുതി കൊണ്ട് അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. സതീശനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ജനങ്ങളല്ല, ഷാജൻ സ്കറിയ ആണ് എന്ന് ഷാജൻ പറയും, അഭിമാനിക്കും. ഷാജൻ അങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്, ഞാനാണ് കേരളത്തിലെ സർക്കാരിനെ കൊണ്ടുവന്നത് എന്ന തരത്തിൽ. പക്ഷേ ഇത്ര അന്തിവയോധികനായ TG മോഹൻദാസിനെ പോലെ ഇത്ര തെളിഞ്ഞ ബുദ്ധിയും സമർത്ഥമായ വാക്ചാതുരിയും
ഒന്നാന്തരം സ്ട്രൈക്കിംഗ് ആയിട്ട് ഡിബേറ്റ് നടത്താൻ സമസ്ത മേഖലകളിലുള്ള സ്ട്രൈക്കിംഗ് ആയിട്ട് ഡിബേറ്റ് നടത്താൻ ശേഷിയുമുള്ള ഒരാളെക്കുറിച്ച് ഷാജൻ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. കാരണം ഷാജൻ ഓർമ്മിക്കണം, ഷാജനും ഓടിയതാണ്, നിലത്ത് തൊടാതെ ഓടിയതാണ്. അന്ന് ഷാജനെ അൻവർ വേട്ടയാടിയപ്പോൾ, പിണറായിയുടെ പോലീസ് വേട്ടയാടിയപ്പോൾ, ഒരു മാധ്യമ പ്രവർത്തകൻ, സഹജീവി എന്ന നിലയ്ക്ക് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ടി ജി മോഹൻദാസ് ഉൾപ്പെടെ ഞാനും ടി ജിയും കൂടെ ഷാജനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് മറക്കാൻ പാടില്ല. അപ്പോൾ ടി ജിയെ കിട്ടിയ അവസരത്തിൽ ഒരു കുത്തു കൊടുത്തേക്കാം എന്ന് കരുതിയത് വളരെ മോശമായി എന്നാണ് എൻ്റെ പരിചയക്കാരനായ ഷാജൻ സ്കറിയോട് എനിക്ക് പറയാനുള്ളത്. ടി ജി നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. പിന്നെ ഇപ്പോൾ ഇത് കഴിയുമ്പോൾ നമ്മുടെ പ്രേക്ഷകർ ചിലപ്പോൾ ചോദിക്കും, എന്താ നിങ്ങൾ ടി ജിയെ കൊണ്ടുവരാത്തത്, എന്താ കൊണ്ടുവരാത്തത് നമ്മൾ? അത് മനഃപൂർവ്വമല്ല, അദ്ദേഹത്തിൻ്റെ ചില അനാരോഗ്യങ്ങൾ കാരണമായിരുന്നു അദ്ദേഹം വരാതിരുന്നു. ഉടനെ വരുമെന്നും കഴിഞ്ഞ തവണ ഞാൻ ഈ കേസ് എടുത്തതിന് ശേഷം ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നപ്പോഴും പറഞ്ഞ് അത് വൈകാതെ ഞാൻ പരിഗണിക്കുന്നുണ്ട്, ഉടനെ എത്താനുള്ള ആലോചനയിലാണ് എന്ന് അദ്ദേഹം പറയും. അല്ല, അത് ശരിയാണ്. അത് മാത്രമല്ല പ്രിയ, എന്ന് വെച്ചാൽ വേറെ കാര്യമുണ്ട്. നമ്മൾ ടി ജിയും ഞാനും തമ്മിലുള്ള വീഡിയോസ് വളരെ വളരെ ഹിറ്റായിട്ടുള്ള വീഡിയോസ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് വന്നിട്ട് ടി ജിയെ കൊണ്ടുവരൂ എന്ന് പറയുന്നുണ്ട്. നമുക്ക് ആഗ്രഹമുണ്ട്, ചേട്ടനും ആഗ്രഹമുണ്ട്. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ടി ജിയുടെ സമയം. ടി ജി ഇപ്പോൾ നിലവിൽ ഒരു 2-3 ചാനലുകൾക്ക് അദ്ദേഹത്തിൻ്റെ സമയം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു ദിവസം കൂടി അദ്ദേഹം അതിനുവേണ്ടി കണ്ടെത്തി വരിക എന്ന് പറയുന്നത് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ചാനലിൽ വരുന്നതിന് മുമ്പ് തന്നെ ടി ജി മറ്റൊരു ചാനലുമായിട്ടൊരു ധാരണയിലും കരാറിലും ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് താല്പര്യമില്ലാത്ത ഒരു ചാനലാണ് നമ്മൾ. അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞാൽ ടി ജിയോട് അങ്ങനെ പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറയും. നമ്മുടെ കൂട്ടത്തിൽ വരുന്ന ചിലരോടൊക്കെ ഈ ചാനൽ മുതലാളി പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനോട് പറഞ്ഞു അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞു, പോയി പണി നോക്കാൻ കെ എസ് ആർ പറഞ്ഞു. ഇവിടെ വരുന്ന പലരെയും അവിടെ ഇന്ത്യ ലൈവിൽ പോവുകയാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വരണ്ട എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അപ്പോൾ ടി ജിയോട് അങ്ങനെ വന്നിട്ട് അങ്ങനെ ടി ജിയോട് അങ്ങനെ പറഞ്ഞാൽ വിവരം അറിയും. അത് വേറെ കാര്യം. ഏതായാലും ടി ജി അങ്ങനെ സമ്മർദ്ദത്തിലാക്കാൻ നമ്മളില്ല. ടി ജി അദ്ദേഹത്തിന് സമയവും സന്ദർഭവും കിട്ടുമ്പോൾ നമ്മുടെ കൂടെ വരും ഉറപ്പായിട്ടും. ഈ പറഞ്ഞ പോലെ ഞാനും ടി ജിയും തമ്മിൽ വളരെ ഗാഢമായ സൗഹൃദം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മൾ എത്രയോ വീഡിയോ ഈ സംഭവം വന്നതിന് ശേഷം ടി ജിക്ക് അനുകൂലമായിട്ട് ചെയ്തു. എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കിയാലും ടി ജിയെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ടി ജിയുടെ കൂടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ ഓരോ വീഡിയോകളും ഞാൻ പുതിയ പുതിയ പാഠങ്ങൾ പഠിക്കുകയായിരുന്നു. എന്തുമാത്രം വലിയ അനുഭവ സമ്പത്താണ്. ഡിബേറ്റിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വഴിയെ സഞ്ചരിക്കാൻ പോലും ചിലപ്പോൾ ഞാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ഞാൻ സ്വയം ആലോചിക്കാറുണ്ട്. ഞാൻ അങ്ങേയായിട്ടുള്ളൊരു ടി ജി ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ കേട്ടിട്ട് ഞാൻ ചോദിക്കുകയും ചെയ്തു. അവിടെ തത്സമയം സ്റ്റുഡിയോയിൽ നിൽക്കുകയായിരുന്നു ഞാൻ അന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെങ്ങനെയാണ് വിമാനത്തിൻ്റെ ഇന്ധനത്തിൻ്റെ സ്വിച്ചിനെ പറ്റിയൊക്കെ അങ്ങേക്ക് അറിയാമെന്നുള്ളത്, അങ്ങയുടെ ജോലി മുമ്പ് എന്തായിരുന്നു ഞാൻ അതിശയത്തോടു കൂടി ചോദിച്ചു. പിന്നീട് ഞാൻ അന്വേഷിച്ചു ടി ജിയെ പറ്റിയിട്ട്. അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വേഴ്സാറ്റൈൽ ജീനിയസ് ആണ് അദ്ദേഹം. അല്ല, ടി ജി ഞാൻ മനസ്സിലാക്കിയത്, ടി ജി രാവിലെ ടി ജി എഞ്ചിനീയറാണ്. അദ്ദേഹത്തിന് അനുഭവ സമ്പത്ത് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട്. ഒരു സംരംഭം തുടങ്ങി നാട്ടിൽ നിൽക്കാൻ വയ്യാതെ ഇവിടുന്ന് നാട് വിട്ടു പോകേണ്ട സ്ഥിതി വന്നിട്ടുണ്ട്. പിന്നെ അദ്ദേഹം സമസ്ത കാര്യങ്ങൾ, സംഗീതം അറിയാം, കല അറിയാം, സാഹിത്യം അറിയാം, രാഷ്ട്രീയം അറിയാം, ടെക്നോളജി അറിയാം, ജെൻസിക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ടി ജിക്ക് അറിയാം. ടി ജി ഈ പറഞ്ഞ പോലെ ചില ആളുകൾ ടി ജിയുടെ ആരോഗ്യം കണ്ടിട്ട് കാറ്റടിച്ചാൽ പറന്നു പോകുമായിരിക്കും. നിൻ്റെയൊക്കെ വീട്ടിലും കണ്ടുകൂടാ കാറ്റടിച്ചാൽ പറന്നു പോകുന്ന ആളുകൾ. കുറേ കഴിയുമ്പോൾ ഞാനും നീയും നിങ്ങളുടെയൊക്കെ അച്ഛനും അമ്മയൊക്കെ കാറ്റടിച്ചാൽ പറന്നു പോകുന്ന അവസ്ഥയിലെത്തും. വിറയൽ വരും. അതൊക്കെ കണ്ടിട്ട് ഒരു മനുഷ്യനെ ആക്ഷേപിക്കുക, അങ്ങനെ ചെയ്യുന്നതൊക്കെ വളരെ വളരെ മോശമായ കാര്യമാണ്. അദ്ദേഹത്തോട് നിങ്ങൾ സംസാരിക്കൂ, ഡിബേറ്റാണെങ്കിൽ ഡിബേറ്റ് ചെയ്യൂ, ടി ജിയെ വിളിച്ചിരുത്തൂ, ടി ജിയുടെ വർത്തമാനം പറയൂ, ടി ജിയെ തോൽപ്പിക്കൂ. ഇതല്ലേ വേണ്ടത്. അല്ലാതെ ഒരാളോട് ഇപ്പോൾ ഈ CPM-കാർ പറയുന്ന പോലെ അപ്പുറത്ത് ശ്രീജിത്ത് പണിക്കരുണ്ടെങ്കിൽ ഞാൻ വരത്തില്ല അല്ലേ, ശ്രീജിത്ത് പണിക്കരുണ്ടെങ്കിൽ വരത്തില്ല, അങ്ങനെയല്ലേ. ശ്രീജിത്ത് പണിക്കരോട് സംസാരിക്കണം, അങ്ങനെയാണ് വേണ്ടത്. അതുപോലെ ടി ജിയെ നിങ്ങൾ വർത്തമാനം പറഞ്ഞ് സംവദിച്ച് പരാജയപ്പെടുത്തണം. അല്ലാതെ ടി ജിയുടെ കഴുത്ത് ഞെരിച്ച് അദ്ദേഹത്തെ നിശബ്ദനാക്കണം എന്ന് കരുതുന്നത് ടി ജിയെ ഭയന്നിട്ടാണ്. പ്രിയമുള്ളവരെ, ടി ജിയെ എതിർക്കുന്ന എല്ലാവർക്കും, ടി ജിയെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വധിക്കണം എന്ന് പറയുന്നവർക്കുൾപ്പെടെ ടി ജിയോട് പകയാണ്. എന്തുകൊണ്ടുള്ള പകയാണെന്നറിയോ? അദ്ദേഹത്തിൻ്റെ പ്രതിഭയോടുള്ള അസൂയ കൊണ്ടുള്ള പക. ഇന്ത്യ ലൈവ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ.